ഹലോ എവ്രി വൺ, നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചുള്ളതാണെന്ന്. ഇന്നത്തെ വീഡിയോ സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ അതേപോലെ തന്നെ അഫോർഡബിൾ റേറ്റിന്റെ പ്രൊഡക്റ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതായത് ഗുഡ് വൈബ്സിന്റെ, പിന്നെ അതേപോലെ തന്നെ വേറെ ബ്രാൻഡിന്റെ ഒക്കെ ഉണ്ട്. പക്ഷെ കൂടുതലും ഞാൻ ഗുഡ് വൈബ്സിന്റെ ആണ് ഉപയോഗിക്കാറുള്ളത്. അത് നമുക്ക് അഫോർഡബിൾ റേറ്റിൽ നമുക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. അഫോർഡബിൾ റേറ്റിന്റെ പ്രൊഡക്റ്റ് മാത്രമേ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ എന്റെ കയ്യിൽ പർപ്പിളിന്റെ ഒരു ബോക്സ് ഉണ്ട്. കാരണം ഞാൻ എല്ലാം വാങ്ങുന്നത് ഞാൻ പർപ്പിളിൽ നിന്നാണ്. അപ്പൊ ഈ ഒരു ബോക്സിൽ ഞാൻ ഓരോന്നിനും എടുത്ത് വെക്കാറുണ്ട്. കാരണം എനിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ ഇതേപോലത്തെ 2 ബോക്സ് ഉണ്ട്. അപ്പൊ ഞാനിപ്പോൾ ഈ അടുത്ത് ഓർഡർ ചെയ്ത ബോക്സ് ആണ് ഈ ഒരു ബോക്സ് എന്ന് പറയാനായിട്ട്. അപ്പൊ ഇതിനകത്ത് ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാണ് ഓരോന്നും. അപ്പൊ അതിനകത്ത് ഗുഡ് വൈബ്സിന്റെ മാത്രമല്ല വേറെയും ബ്രാൻഡിന്റെ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓരോന്നായിട്ട്. ഫസ്റ്റ് എന്ന് പറയാനായിട്ട് ഗുഡ് വൈബ്സിന്റെ ഉപ്റ്റാന്റെ ഫേസ് വാഷ് ആണ്. ഇത് 2-2.5 മാസത്തോളം നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ 2 നേരം ഈ ഒരു ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്തിട്ടും എനിക്ക് 2-2.5 മാസത്തോളം, ഇത് ഞാൻ പുതിയത് ഇപ്പോൾ വാങ്ങിയതാണ്. ഇതിക്ക് മുൻപത്തെ ബോട്ടിലെ 2-2.5 മാസത്തോളം എനിക്ക് യൂസ് ചെയ്യാനുണ്ടായിരുന്നു. 2 നേരം ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇതുകൊണ്ട് നമ്മുടെ ക്ലിയർ സ്കിന്നൊക്കെ നമുക്ക് വരുത്താൻ പറ്റും. അതായത് നമ്മൾ മറ്റു ഫേസ് വാഷുകൾക്ക് റേറ്റ് കൂടുതലായിരിക്കും. ഇത് റേറ്റ് കുറവിന് നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫേസ് വാഷാണ്. നമ്മുടെ ടാനൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് കുറച്ച് മതി നമ്മുടെ ഫേസ് വാഷ് ചെയ്യാനായിട്ട്. ഒരുപാട് നമുക്ക് ഇത് എടുക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ റേറ്റ് വരുന്നത് 325 രൂപയാണ് നേരത്തെ എഴുതിയേക്കുന്നത്. പക്ഷേ നമുക്ക് ഓഫറിന് 325 രൂപയൊന്നും നമുക്ക് കൊടുക്കേണ്ട. അതിനേക്കാൾ കുറവ് റേറ്റേ നമുക്ക് പർപ്പിളിൽ നിന്ന് വാങ്ങുമ്പോൾ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. റേറ്റ് കുറവായിരിക്കും. നമ്മൾ ഇതിനകത്ത് എഴുതിയ റേറ്റ് നോക്കണ്ട. അപ്പോൾ ഇത് അത്യാവശ്യമുണ്ട്. ഇതാണ് കേട്ടോ ഫേസ് വാഷ് പറയാനായിട്ട്. ഒരു യെല്ലോ കളറാണ്. ഞാൻ ഇതിക്ക് മുൻപ് വാങ്ങിച്ചത് ഒരു റെഡ് കളറിലൊരു ഫേസ് വാഷ് ആയിരുന്നു. അത് തീർന്നപ്പോൾ ഞാനിപ്പോൾ ടാരൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് വാഷാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഇതാണ് കേട്ടോ ഐറ്റം. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുഡ് വൈബ്സിന്റെ തന്നെ ടോണറാണ്. പക്ഷെ ഇതിന്റെ ഈ ഒരു സംഭവം പോയി. അതുകൊണ്ട് എനിക്കിപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ഗ്ലാസ് സ്കിന്നിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടോണറാണ്. ഇതിന്റെ റേറ്റ് എന്ന് പറയാനായിട്ട് ഞാനിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. 249 രൂപയാണ്. ഇതിനും 249 ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പർപ്പിളിൽ എപ്പോഴും ഓഫർ ഉള്ളതാണ്. 249 താഴെ ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ. പക്ഷെ ഇതിന്റെ ഈ ഒരു സംഭവം ഒടിഞ്ഞു പോയത് കാരണം എനിക്കിത് സ്പ്രേ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് നല്ലൊരു ടോണറാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് റൈസ് വാട്ടറിന്റെ ടോണറാണ്. അപ്പോൾ വാങ്ങാൻ ആഗ്രഹമുള്ളവർ പർപ്പിളിൽ നിന്ന് വാങ്ങാം. പിന്നെ ഞാൻ ഈ പറയുന്നതൊന്നും പ്രൊമോഷന്റെ ഭാഗമായിട്ട് പറയുന്നതല്ല. എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരു 10 പൈസ വരുമാനം അല്ലെങ്കിൽ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരു പ്രൊഡക്റ്റ് പോലും എനിക്ക് ഇന്നേവരെ കിട്ടിയിട്ടില്ല. കാരണം എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല. ഞാൻ ഈ കാണിച്ചു തരുന്ന സാധനങ്ങൾ ഞാൻ ഉപയോഗിച്ചതാണ്. അതും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. എനിക്കിതിനകത്ത് ഒരെണ്ണം പോലും എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതല്ല. എല്ലാം ഞാൻ പർപ്പിളിൽ നിന്ന് പൈസ കൊടുത്ത് ഓർഡർ ചെയ്ത സാധനങ്ങളാണ് എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളിത് പ്രൊമോഷന്റെ ഭാഗമാണ് ഞാൻ പറ്റിക്കാൻ പറയണമെന്ന് വിചാരിച്ചിട്ട് ആരും അങ്ങനെയൊന്നും വിചാരിക്കരുത്. സ്വന്തമായിട്ട് ഞാൻ പറഞ്ഞതാണ് ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണെന്ന്. പിന്നെയെന്ന് പറയാനായിട്ട് ഈ ഒരു ഐറ്റം മിക്കവരും കണ്ടിട്ടുണ്ടാവും. ഈ ഒരു വാസലിന്റെ ഈ ഒരു ലോഷനോ ക്രീമെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. കാരണം നമുക്ക് ഇത് കൊണ്ട് വെളുക്കൊന്നുമില്ല. പക്ഷെ നമ്മുടെ സ്കിൻ ഒരു ഗ്ലോ ആവാനും അതായത് നമ്മുടെ സ്കിൻ ഒന്ന് തിളങ്ങാനൊക്കെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നല്ലൊരു ഗ്ലോ ഒക്കെ വരും. കാരണം ഇത് ചിലരിങ്ങനെ ചോദിക്കും ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ ഒരുപാട് യൂട്യൂബർമാർ ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് ആദ്യം വാങ്ങി യൂസ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് ഷോർട്സും പിന്നെ ഒരുപാട് റീൽസും അതൊക്കെ കണ്ടപ്പോൾ ഇത് അടിപൊളിയാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. ഇതിന്റെ 2ാമത്തെയാണ്. പക്ഷെ ഇത് തീരാറായി. ഇനി അടുത്തത് വാങ്ങേണ്ട ടൈം ആയിട്ടുണ്ട്. വാസ്ലിന്റെ ആണ്. വാസ്ലിന്റെ എല്ലാ പ്രൊഡക്റ്റും നല്ലതാണ്. കാരണം പണ്ട് മുതലുള്ളതല്ലേ ഈ ഒരു വാസ്ലിന്റെ ഈ ഒരു ബ്രാൻഡ് എന്ന് പറയാനായിട്ട്. അടിപൊളി സാധനമാണ്. ഇതൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യാം. നല്ല ഗ്ലോ ഒക്കെ വരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഈ കാണിച്ചിരുന്ന എല്ലാ പ്രൊഡക്റ്റും എല്ലാവരും വാങ്ങിക്കൊള്ളുന്നില്ല. കുറച്ചായിട്ട് വാങ്ങിയാൽ മതി. ഞാനും അങ്ങനെ തന്നെയാണ്. ഒരുമിച്ച് ഞാനൊരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങാറില്ല. എൻ്റെ കയ്യിൽ പൈസ കിട്ടുമ്പോൾ കുറച്ചായിട്ട് വാങ്ങിയിട്ട് ഞാൻ സൂക്ഷിച്ച് വെക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഏതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് വാഷ്, പിന്നെ അതേപോലെ തന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യണം. അതായത് പീലിംഗ് സൊല്യൂഷൻ ചെയ്തിട്ട് ആഴ്ചയിൽ എക്സ്ഫോളിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു വരുന്നതേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ സൺസ്ക്രീൻ, പിന്നെ ഫേസ് വാഷ്, അങ്ങനെയുള്ള ഐറ്റംസ് മാത്രം മതി. ഇതൊക്കെ ഞാൻ പല തവണകളായിട്ട് ഞാൻ വാങ്ങിയതാണ്. ഇതെല്ലാം നിങ്ങൾ വാങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെയെന്ന് പറയാനായിട്ട് ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരണോ? ഞാൻ കാണിച്ചു തരാം. ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ 239 രൂപയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് എന്ന് പറയാനായിട്ട്. കാരണം നമ്മൾ ഇതിനകത്ത് നോക്കുന്ന റേറ്റ് ആയിരിക്കില്ല നമ്മൾ പർപ്പിളിൽ നിന്ന് വാങ്ങുമ്പോൾ. അപ്പം ഞാൻ ഓരോന്നിന്റെ റേറ്റ് ഞാൻ പർപ്പിളിലെ ഹിസ്റ്ററി നോക്കിയിട്ട് ഓരോന്നിന്റെ റേറ്റ് ഞാൻ എഴുതി വെച്ചേക്കാണ്. കാരണം നിങ്ങൾക്ക് റേറ്റും ചോദിക്കുമ്പോൾ ഒരുപാട് പേര് ഈ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും ഇത് ഓരോന്നിന് എത്ര വിലയാകുന്നുള്ളത്. അപ്പം ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോന്നിന്റെ വില. ആ വിലയും കൂടെ പറഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ലല്ലോ. അപ്പം ഇതിന്റെ റേറ്റ് എന്ന് പറയാനായിട്ട് 239 രൂപയാണ്. നമ്മുടെ റേറ്റ് മാറി വരും. പർപ്പിളിൽ നിന്നാണ് ഞാൻ ഇതും വാങ്ങിയത്. പക്ഷെ ഇതിന്റെ തീരാറായി വാങ്ങേണ്ട സമയമായിട്ടുണ്ട്. പിന്നെ ടാൻ അടിച്ച് ബുദ്ധിമുട്ടുന്നവർക്ക് ഇതേപോലെ ഗുഡ് വൈബ്സിന്റെ തന്നെയാണ് കേട്ടോ ഈ ഒരു സീറം.
ഇപ്പം ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഒരു ഫേസ് വാഷ് കാണിച്ചു തന്നില്ലേ, അതിൻ്റെ സെയിം സാധനം തന്നെയാണ് ഈ ഒരു സീറം. അപ്പോൾ ഈ ഒരു സീറം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അത്യാവശ്യം റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സെയിം കണ്ടന്റിൻ്റെ തന്നെ ഫേസ് വാഷ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഈ ഒരു സീറത്തിൻ്റെ റേറ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. 309 രൂപയാണ് ഈ ഒരു സീറം വാങ്ങിയത്. പക്ഷേ ശരിക്കും ഞാൻ 309 രൂപയിലെ നമ്മുടെ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ചിലപ്പോൾ നമുക്ക് 300 രൂപയിൽ താഴെയൊക്കെ നമുക്കിത് വാങ്ങാൻ പറ്റൂ കേട്ടോ. ഈ ഒരു സീറം ഇത് നമുക്ക് രാവിലെ ഫേസിൽ അപ്ലൈ ചെയ്യാം. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ എന്തൊക്കെ തന്നെ നിങ്ങൾ യൂസ് ചെയ്താലും ഇപ്പം നല്ല ചൂടുള്ള സമയമാണ്, മഴക്കാലം മാറിയിട്ട് ഇപ്പം നല്ല ചൂടായിട്ടുണ്ട്. അപ്പം നിങ്ങൾ സൺസ്ക്രീൻ എന്തായാലും നിങ്ങൾ യൂസ് ചെയ്യണം കേട്ടോ. ഈ ഒരു സിറം നിങ്ങൾ ടാൻ ഉള്ളവരാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു സിറം വാങ്ങി യൂസ് ചെയ്താൽ മതി. വേറെ ഒന്നുമല്ല, എല്ലാവർക്കും എല്ലാം അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം ഞാനായാലും ഇതെല്ലാം ഒരുമിച്ച് വാങ്ങിയതില്ല, പലപ്പോഴായിട്ട് വാങ്ങിയതാണ് ഞാൻ പൈസ കിട്ടുന്ന അനുസരിച്ച്. അപ്പോൾ ഈ ഒരു സിറം ടാൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ 309 രൂപയാണ് ഈ ഒരു സിറത്തിന് പറയുന്നത്. പക്ഷേ റേറ്റ് മാറി മറിഞ്ഞു വരും. അപ്പോൾ ടാൻ ഉള്ളവർ ഈ ഒരു സിറം 2 നേരം ഫേസിൽ യൂസ് ചെയ്യുക. വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. വളരെ കുറച്ച് മാത്രം. ഇതാണ് ഇതിന്റെ കളർ എന്ന് പറയാനായിട്ട്. ഇത് ഡീറ്റാൻ്റെ സിറോണ്. വളരെ കുറച്ച് എടുത്തിട്ട് നമുക്ക് ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പിറ്റേ ദിവസം അല്ലെങ്കിൽ ഇപ്പോൾ രാവിലെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വൈകുന്നേരം എന്തായാലും ഫേസ് വാഷ് ചെയ്ത് കളയാമല്ലോ. ആ 2 നേരം ഈ ഒരു സിറം യൂസ് ചെയ്യുക. ഒരു ബോട്ടിൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ടാനൊക്കെ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഗുഡ് വൈബ്സിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയാനായിട്ട് നമുക്ക് അഫോർഡബിൾ ആണ്. പിന്നെ റിസൾട്ടും കിട്ടും. ഒരുപാട് ഹൈ എൻഡ് ബ്രാൻഡ് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്നില്ല. പിന്നെ നമുക്ക് ഹൈ എൻഡ് ബ്രാൻഡ് വാങ്ങിയിട്ട് റിസൾട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പൈസ വെറുതെ നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ടാൻ ഉള്ളവർക്ക് ഗുഡ് വൈബ്സിന്റെ ഡീറ്റാൻ സിറം വാങ്ങി യൂസ് ചെയ്യുക, ടാൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ. പിന്നെയെന്ന് പറയാനായിട്ട് ചുണ്ടിന് കറുപ്പ് വന്നിട്ട് ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ടാവും. ഞാനിപ്പോൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തേക്കുന്നതാണ്. കാരണം എനിക്ക് ലിപ്സ്റ്റിക്കിലാണ് പറ്റൂല. ഞാൻ 9ാം ക്ലാസ് മുതൽ ഞാൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക് ഇടാറുണ്ട്. എനിക്ക് ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ എന്തോ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെയാണ്. അതായത് ലിപ്സ്റ്റിക് ഇല്ലാത്ത സമയത്ത് എൻ്റെ ചുണ്ട് നല്ലപോലെ ഡാർക്കാണ്. അപ്പോൾ ഡാർക്ക് ചുണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ഡീകൺസ്ട്രക്റ്റിൻ്റെ ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ലിപ് ബാമിൻ്റെ റേറ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. 1 മിനിറ്റ്. 183 രൂപയാണ് ഈ ഒരു ലിപ് ബാമിന്. ഇതിൻ്റെയും റേറ്റ് മാറിയും പറഞ്ഞും വരാം. പർപ്പിളിൽ ഞാൻ ഈ പറയുന്ന റേറ്റ് ആയിരിക്കില്ല നിങ്ങൾ വാങ്ങുമ്പോൾ. 183 രൂപ. ഇതിൻ്റെ കളർ എന്ന് പറയാനായിട്ട് ഇതിൻ്റെ ഒരു പരുവായി ഞാനിത് യൂസ് ചെയ്ത് ഇതേ ഈ ഒരു കളറാണ് കേട്ടോ ഇതിൻ്റെ. നമ്മൾ എപ്പോഴും പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ് ബാം നമ്മൾ യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇതേപോലത്തെ ലിപ് ബാം യൂസ് ചെയ്യുന്നതാണ്. അതാകുമ്പോൾ നമുക്ക് പെർമനന്റ് ആയിട്ട് നമ്മുടെ ലിപ്പിന്റെ കറുപ്പ് നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷെ അതേസമയം പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ്പ് നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ സ്ട്രോബെറിയുടെയും പിന്നെ അതേപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ ഒക്കെ കളറുള്ള ലിപ് ബാമുകൾ വരാറുണ്ട്. അതിപ്പോൾ ഞാനും വാങ്ങി യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഡെയിലി ഇപ്പോൾ അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോൾ ലിപ്സ്റ്റിക്കിന് പകരം ആ ഒരു ടിൻറ്റഡ് ലിപ് ബാം വാങ്ങി യൂസ് ചെയ്യുന്നതൊക്കെ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങനത്തെ ലിപ് ബാമിനേക്കാളും ഏറ്റവും നല്ലത് ഇതുപോലുള്ളത് വാങ്ങുന്നതാണ്. കാരണം കളർ ഇല്ലെങ്കിലും നമ്മുടെ ചുണ്ടിന്റെ കറുപ്പ് പെർമനന്റ് ആയിട്ട് ഇതേപോലത്തെ ലിപ് ബാം മാറ്റും. ഇത് ഡീകൺസ്ട്രക്ട് എന്നാണ് ഇതിന്റെ പേര്. പക്ഷെ ഇതിന്റെ പേരൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. കാരണം ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളതാണ്. 183 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇതിന്റെ കണ്ടന്റ് എന്ന് പറയാനായിട്ട് ഷിയ ബട്ടർ ആണ് ഇതിന്റെ കണ്ടന്റ് എന്ന് പറയാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ചുണ്ടിന് കറുപ്പുള്ള ആൾക്കാർ ഇത് വാങ്ങി യൂസ് ചെയ്തോ, നല്ല റിസൾട്ടാണ്. ഡീകൺസ്ട്രക്ട് എന്നാണ് ഇതിന്റെ ബ്രാൻഡിന്റെ പേര്. പിന്നെ ഇത് മാമായത്തിന്റെ വിറ്റമിൻ സിയുടെ ഫേസ് വാഷ്. ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതല്ല. ഇപ്പം ഞാൻ 3-4 പ്രൊഡക്റ്റ് ഒക്കെ ഞാൻ വാങ്ങുമ്പോഴേ എനിക്ക് അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ്. അപ്പോൾ ഇത് നല്ല ഫേസ് വാഷ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എനിക്കിത് ഫ്രീ കിട്ടിയതാണ്. ഇതിക്ക് മുൻപ് ഞാനൊരു മാമായത്തിന്റെ ഫേസ് വാഷ് ഞാൻ വാങ്ങി യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഈ ഒരു ബോക്സിൽ കിടന്ന് കണ്ടപ്പോഴും ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. വിറ്റമിൻ സിയുടെ ഫേസ് വാഷ് അന്വേഷിച്ച് നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങി യൂസ് ചെയ്തോളൂ. പക്ഷേ റിസൾട്ട് എന്താണെന്ന് എനിക്കറിയില്ല. കാരണം ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. ഞാനിത് പൊട്ടിച്ചിട്ട് പോലുമില്ല. പിന്നെയെന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ, റേസർ. മുഖത്ത് രോമം ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. വേറെ ഒന്നുമല്ല, നമ്മൾ പെണ്ണുങ്ങൾക്കായാലും മീശയും താടിയൊക്കെ ഉള്ളവർ ഇഷ്ടം പോലെ പേരുണ്ടാവും. ഇപ്പോൾ ഭൂരിഭാഗം അതായത് 100-80% പേർക്ക് PCOD, തൈറോയ്ഡ് അതുപോലെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് അതായത് ഫേഷ്യൽ ഹെയർ കളയാൻ വേണ്ടിയിട്ട് പേടിയായിട്ട് ആ താടിയും മീശയൊക്കെ ആയിട്ട് നടക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഞാൻ പറയുകയാണ് 100% നിങ്ങൾക്ക് ഈ റേസർ ഉപയോഗിക്കും. ഇതുകൊണ്ട് ഇരട്ടിയായിട്ട് വളരുമൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ മുഖത്ത് ഇതേ കാണിച്ചു തരാം ഞാനിത്. ഇതുപോലത്തെ ഒരു സംഭവം കൊള്ളുമ്പോഴും നമ്മുടെ ഒരു ഗ്ലോ ഒക്കെ നഷ്ടപ്പെടുമായിരിക്കും. അതായത് നമ്മുടെ സ്കിൻ ഡ്രൈ ആവും നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ. പക്ഷേ ആ ഒരു ടൈമിലത്തെ ഒരു ഡ്രൈനെസ് മാത്രമേ ഉള്ളൂ. നമുക്കിത് റേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസറൊക്കെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഒന്നോർക്കുമ്പോൾ നല്ലത്. പക്ഷേ ഒരുപാട് ഹെയർ ഉള്ള ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാതെ പറ്റേയില്ല. ഞാനിത് എപ്പോഴും റേസ് ചെയ്യുന്നതാണ്. കാരണം എനിക്ക് താടി, മീശ, മുഖത്തൊക്കെ രോമമുള്ള ഒരു ടൈപ്പാണ്. കാരണം എനിക്ക് PCOD ഉണ്ട്. അപ്പോൾ എനിക്കിത് റേസറും കൊണ്ട് ഹെയർ ഒക്കെ കളഞ്ഞ് കഴിയുമ്പോൾ ഒരു ഗ്ലോ ഒക്കെ എൻ്റെ ഫേസിന് തോന്നാറുണ്ട്. ഗ്ലോ അല്ല, അതായത് നമ്മുടെ ഫേസിന് ക്ലിയർ ആയി ഒന്ന് ബ്രൈറ്റൻ ആയ പോലെയൊക്കെ തോന്നാറുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഡ്രൈ ആയ പോലെ തോന്നാറുണ്ട്. എൻ്റെ ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഒരു മോയ്സ്ചറൈസറും കൂടി അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു റേസർ നേരിട്ടല്ല ഞാനിത് ഫേസിൽ റേസ് ചെയ്യുന്നത്. അതിക്ക് മുൻപായിട്ട് ഇതിൻ്റെ കൂടെ ഒരു ബാം ഉണ്ടായിരുന്നു. ഈ ഒരു ബാം ഫേസിൽ ആദ്യം അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ റേസറും കൊണ്ട് അത് ഹെയർ റിമൂവ് ചെയ്ത് കളയുന്നത്. ഇതിൻ്റെ റേറ്റ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം കേട്ടോ.
354 കേട്ടോ ഇതിന്റെ രണ്ടിന്റെയും കൂടെ റേറ്റ്. കാരണം ഞാൻ എഴുതി വെച്ചിട്ട് പറയണത് വേറെ ഒന്നും കൊണ്ടല്ല, ഓരോന്നിന്റെ റേറ്റ് മാറിപ്പോകും. കാരണം ഒരുപാട് പ്രൊഡക്റ്റ് ആകുമ്പോൾ റേറ്റ് മാറിപ്പോകും. അപ്പൊ നിങ്ങൾക്ക് വെറുതെ തെറ്റിച്ച് പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ എഴുതി വെച്ചത്. കാരണം എനിക്ക് ഓർമ്മശക്തി കുറവാണ്, വേറൊന്നുമല്ല. ഒരുപാട് ടെൻഷനുകൾ ഉള്ളതുകൊണ്ട് ഈ വക കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ റേറ്റ് എഴുതി വെച്ചത് അതുകൊണ്ടാണ്. അപ്പം ഇതിന്റെ റേറ്റ് എന്ന് പറയാനായിട്ട് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. 354 രൂപയാണ് റേറ്റ് എന്ന് പറയാനായിട്ട്. പിന്നെ ഇത് നമുക്ക് ഓഫറിന് ഇതും വാങ്ങാവുന്നതാണ്. കാരണം പർപ്പിളിലായാലും എവിടെയായാലും നമുക്ക് റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പൊ ഞാൻ വാങ്ങിയപ്പോഴുള്ള റേറ്റ് ആയിരിക്കില്ല നിങ്ങൾ വാങ്ങുമ്പോൾ. അപ്പോൾ ഫേഷ്യൽ ഹെയർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട്, സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് നിങ്ങളുടെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുക. നല്ലൊരു ഫേസ് വാഷ്, പിന്നെ അതേപോലെ നല്ലൊരു മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ സ്കിന്നൊന്ന് അതായത് ഒന്ന് ക്ലിയർ ആക്കി എടുക്കാം നമുക്ക്. അപ്പോൾ ഈ റേസർ നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങി യൂസ് ചെയ്തോ. ഇരട്ടിയായിട്ടൊന്നും വളരില്ല. ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ റേസർ എന്ന് പറഞ്ഞൊരു സംഭവം. അടുത്തതെന്ന് പറയാനായിട്ട് ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഒരുപാട് യൂട്യൂബേഴ്സ്, അതായത് ഇപ്പം നമ്മളെ സെലിബ്രിറ്റികളായിട്ടുള്ള യൂട്യൂബേഴ്സൊക്കെ ഇതിനെക്കുറിച്ച് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് ഞാനും ഈ ഒരു ഐറ്റം വാങ്ങിയത്. അതായത് പീലിംഗ് സൊല്യൂഷൻ 30% AHA 2% BHA പീലിംഗ് സൊല്യൂഷനാണ്. ഇതാണ് സംഭവം എന്ന് പറയാനായിട്ട്. അപ്പം നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ 50%-ൽ മാത്രമേ തുടങ്ങാൻ പാടുള്ളൂ. ഇപ്പം നിങ്ങൾ സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ 50%-ലേ തുടങ്ങാൻ പാടുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കിത് 30-ൽ വെച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാണ് ടൈറ്റ്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. ഇപ്പം നമ്മുടെ ഡെഡ് സ്കിൻ റിമൂവ് ആവാനും നമ്മുടെ സ്കിന്ന് ക്ലിയർ ആവാനും ഒന്ന് ബ്രൈറ്റൻ ആവാനും എല്ലാത്തിനും ഈ ഒരു പീലിംഗ് സൊല്യൂഷൻ നല്ലതാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും പീലിംഗ് സൊല്യൂഷൻ ആകുമ്പോൾ നമ്മുടെ മുഖത്തെ അതായത് നമ്മുടെ ഫേസിലാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മുടെ സ്കിന്ന് പീലായി പോകുന്നില്ല. നമ്മുടെ ഡെഡ് സ്കിന്നാണ് പീലായി പോകുന്നത്. അത് നമ്മൾ അറിയ പോലുമില്ല. സത്യം പറയാനുള്ള നമ്മുടെ സ്കിന്നിൽ നിന്ന് ഒരു ഭാഗത്തു നിന്ന് പോലും ചെറുതായിട്ട് പോലും പീലാവുന്നത് നമ്മൾ കാണില്ല. കാരണം ഇതങ്ങനെ പീലാവുന്നില്ല. ഇപ്പം നമ്മൾ പീലിംഗ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് പോലത്തെ പീലിംഗ് ഒന്നും ഇതുകൊണ്ട് ഉണ്ടാവില്ല. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഒരു 10 മിനിറ്റ് നമ്മുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഫേസ് വാഷ് ഉണ്ടല്ല, സാധാ വെള്ളം കൊണ്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇത് വാഷ് ചെയ്ത് കളയുമ്പോൾ തന്നെ ഫേസിൽ നല്ലൊരു ഗ്ലോയും പിന്നെ നമ്മുടെ ഫേസ് നല്ലപോലെ ക്ലിയർ ആവുകയും ചെയ്യും, ഒന്ന് ബ്രൈറ്റൻ ആവുകയും ചെയ്യും. അപ്പം നമ്മളിത് ബ്രൈറ്റൻ ആവുന്നത് കണ്ടിട്ട് നമുക്കിത് ഡെയിലി ചെയ്യാനോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം ചെയ്യാനോ ഒന്നും ആരും നിൽക്കരുത്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇതിന്റെ ഗ്ലൈക്കോളിക് ആസിഡൊക്കെ അടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത് സൂപ്പർ സാധനമുണ്ട്. നിങ്ങൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിനകത്ത് അതായത് ഓരോ ഭാഗത്തും ഓരോരോ ടോണാണ്. പിന്നെ മുഖക്കുരു വന്ന പാട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഈ ഒറ്റ സാധനം മതിയിട്ട് ഇതൊരു അടിപൊളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി സാധനമാണ്. ഈ റേറ്റ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഓർമ്മയില്ല കേട്ടോ. അതുകൊണ്ടാണ് 479 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയാനായിട്ട്. പക്ഷെ 479 രൂപയ്ക്ക് ഇതൊരു അഫോർഡബിൾ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അഫോർഡബിൾ ആണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇത് ഒരുപാട് നാൾ യൂസ് ചെയ്യാനുണ്ടാവും. കാരണം ഇത് കുറച്ച് മാത്രം മതി. ഞാൻ നിങ്ങൾക്ക് തുറന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ ഇതിന്റെ കളർ എന്ന് പറയാനായിട്ട്. ഇതിപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ ഞാൻ ഫേസിൽ ഞാൻ ചെയ്തതുകൊണ്ടാണ് ഞാൻ ചെയ്ത് കാണിക്കാത്തത്. അപ്പം നമ്മളിത് കണ്ണിൻ്റെ അവിടെ ഒന്നും പോകരുത്, കാരണം പുകഞ്ഞു പോകും. അത് നമ്മുടെ ചുണ്ടും കണ്ണിൻ്റെ അവിടെയും ഇത് കാണിക്കാനേ പാടില്ല. ബാക്കി നമ്മുടെ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്തിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. നമ്മുടെ സ്കിന്ന് നല്ല പോലെ ഗ്ലോ ആവും. പിന്നെ നമ്മുടെ സ്കിന്ന് ക്ലിയർ ആവാനും ഈ ഒരു സൊല്യൂഷൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പീലിംഗ് സൊല്യൂഷനാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങി യൂസ് ചെയ്തോ. പിന്നെ സ്കിന്നിന് എന്തെങ്കിലും അലർജി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് മാത്രം യൂസ് ചെയ്യുക. അതല്ല സ്കിന്നിന് അലർജിയോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനാണ് 166 രൂപയുള്ള ഈ ഒരു സൺസ്ക്രീൻ 15++ ആണ്. നമ്മൾക്ക് സൺസ്ക്രീൻ്റെ ഒക്കെ റേറ്റ് നമ്മൾ പർപ്പിളിലായാലും നൈക്കയിലായാലും റേറ്റ് നോക്കുമ്പോൾ നല്ല റേറ്റാണ് സൺസ്ക്രീന്. കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ ഫേസിനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ഒരു സൺസ്ക്രീനാണ്. അപ്പോൾ നിങ്ങൾ സൺസ്ക്രീൻ എന്തായാലും യൂസ് ചെയ്യണം. 15++ തന്നെ യൂസ് ചെയ്യണം. ഗുഡ് വൈബ്സിൻ്റെ സൺസ്ക്രീൻ അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ അഫോർഡബിൾ ആണ്. പിന്നെ ഒരുപാട് നാൾ യൂസ് ചെയ്യാനുണ്ടാകും. ഇതിപ്പോൾ ഞാൻ പുതിയത് വാങ്ങിയതാണ്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഏകദേശം തീരാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡെയിലി വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ സൺസ്ക്രീൻ ഞാൻ ഇടാറുണ്ട്. വേറെ ഒന്നുമില്ല, നമ്മൾ വെയിലത്ത് ഇറങ്ങിയില്ലെങ്കിലും നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും അത്യാവശ്യത്തിന് നമുക്കിപ്പോൾ അലക്കിയത് ഇടാനായാലും നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യത്തിൽ നമ്മൾ പുറത്തിറങ്ങുകയാണെന്നുണ്ടെങ്കിലും ചെറുതായിട്ടൊരു വെയിലടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നെ ഡാമേജ് ആക്കും. കാരണം അത്രയും ശക്തിയുള്ളൊരു വെയിലാണ്. പിന്നെ നമുക്ക് കരിമങ്കലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി ഫേസിൽ സൺസ്ക്രീൻ ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഗുഡ് വൈബ്സിൻ്റെ സൺസ്ക്രീൻ. ഇപ്പോൾ ഒരുപാട് യൂട്യൂബർമാർ ഗുഡ് വൈബ്സിൻ്റെ സൺസ്ക്രീനെ പറ്റിയിട്ട് റിവ്യൂ ചെയ്യാറുണ്ട്. അതവർ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്നതാണ്. പക്ഷെ ഞാനത് പൈസ കൊടുത്ത് വാങ്ങിയിട്ട് എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മുടെ ഐറ്റംസ് ഒക്കെ അതായത് സ്കിൻ കെയർ പ്രോഡക്റ്റ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബോക്സ് കാലിയായിട്ടുണ്ട്. പിന്നെയെന്ന് പറയാനായിട്ട് ഞാൻ കഴിക്കുന്ന ഗ്ലൂട്ടാത്തയോൻ്റെ ടാബ്ലറ്റ് ആണ്.
ഇത് 645 രൂപയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബ്രാൻഡിലേക്ക് ഞാൻ മാറിയിട്ട് ആകെ 1 മാസം ആയിട്ടുള്ളൂ. ഇതിക്ക് മുൻപ് ഞാൻ GT മൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബ്ലറ്റാണ് ഞാൻ കഴിച്ചിരുന്നത്. അതെനിക്ക് ഡോക്ടർ തന്നിട്ടുള്ള ഒരു ടാബ്ലറ്റ് ആണ്. അപ്പോൾ ഡോക്ടർ തന്നതിന് റേറ്റ് കൂടുതലാണ്. അതിനകത്താണെങ്കിൽ ഒരെണ്ണത്തിൽ 10 എണ്ണം ഉണ്ടാവുള്ളൂ, ഇതിനകത്താണെങ്കിൽ ഒരെണ്ണത്തിന് 15 എണ്ണം ഉണ്ടാവും. പിന്നെ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ടാൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി, ഏകദേശം മാറി. അപ്പോൾ ഈ ഒരു ബോട്ടിലോട് കൂടി തന്നെ ഞാൻ ഗ്ലൂട്ടാത്തയോൺ അവസാനിപ്പിക്കുകയാണ്. ഇനി ഞാൻ ഗ്ലൂട്ടാത്തയോൺ ഞാൻ എടുക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം പൈസ വളരെ കൂടുതലാണ്. അത് നിങ്ങൾക്ക് സാധാരണക്കാർക്കൊന്നും ഗ്ലൂട്ടാത്തയോൺ വാങ്ങാൻ മുതലാവില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിയതുകൊണ്ട് ഞാൻ ഗ്ലൂട്ടാത്തയോൺ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഇതിനകത്തൊരു 5-6 ടാബ്ലറ്റ് കൂടെ ഉണ്ട്. അത് കഴിച്ചിട്ട് ഞാൻ പിന്നെ ഗ്ലൂട്ടാത്തയോൺ ഞാൻ വാങ്ങുന്നില്ല. പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ലിൻസി, വിറ്റമിൻ സിയുടെ ടാബ്ലറ്റ്. ഈ വിറ്റമിൻ സിയുടെ ടാബ്ലറ്റിനെ കുറിച്ചിട്ട് ഒരുപാട് വ്യാജ പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കിഡ്നി അടിച്ചു പോകും, മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഞാൻ ആദ്യമായിട്ട് ഞാനൊരു യൂട്യൂബിൽ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷോർട്സിനകത്ത് ചെയ്തപ്പോൾ ഒരുപാട് ബാഡ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. വിറ്റമിൻ സി ടാബ്ലറ്റ് മരിച്ചു പോകും, പിന്നെ അങ്ങനെയാണ് ഇങ്ങനെ കൊണ്ട് ചീത്തവിളിയും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു വിറ്റമിൻ സി ടാബ്ലറ്റിനെ കുറിച്ചിട്ട്. ഞാൻ പറയട്ടെ, അടിപൊളിയാണ് ഈ വിറ്റമിൻ സി ടാബ്ലറ്റ്. കാരണം ഞാനത് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടപ്പോൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുക്കാനും ഗ്ലൂട്ടാത്തയോണിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ഞാൻ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട സമയത്ത് ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞതാണ് വിറ്റമിൻ സി ടാബ്ലറ്റ് ഡെയിലി കഴിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് കഴിച്ചോളാം പറഞ്ഞു. ഞാൻ ഇപ്പോഴും കഴിക്കുന്നതാണ് ഡെയിലി ഒരെണ്ണം വെച്ചിട്ട്. വിറ്റമിൻ സിയുടെ ടാബ്ലറ്റിന് ഒരെണ്ണത്തിന് 24 രൂപയാണ് ഒരു ഷീറ്റിന് വരുന്നത്. പിന്നെ നമുക്ക് എന്തായാലും കഴിക്കേണ്ടതാണ് ഒമേഗ 3യുടെ ടാബ്ലറ്റ്. ഇതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് കേട്ടോ. ഇതിന് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് തന്നെ ഒരു ഷീറ്റിന് 219 രൂപയാണ് ഇതിൻ്റെ ഒരു ഷീറ്റിന് റേറ്റ് വരുന്നത്. ഒരെണ്ണത്തിൽ 10 എണ്ണമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു മാസത്തേക്ക് നമ്മൾ 3 ഷീറ്റ് വാങ്ങുമ്പോൾ അത്യാവശ്യം പൈസയായി. എന്നാലും ഇത് നിങ്ങൾ വാങ്ങി കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ സ്കിന്നിനും ഹെയറിനും എല്ലാത്തിനും നല്ലതാണ് ഈ ഒമേഗ 3യുടെ ടാബ്ലറ്റ്. അപ്പോൾ ഞാൻ കഴിക്കുന്ന ടാബ്ലറ്റുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. വിറ്റമിൻ സിയുടെ, ഒമേഗ 3യുടെ, ഗ്ലൂട്ടാത്തയോൺ. ഇത് ഞാനിപ്പോൾ നിർത്താറായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ്. ഡോക്ടർ തന്ന ടാബ്ലറ്റ് ഞാൻ നിർത്തി. എന്നാൽ 1 മാസം കൂടെ കഴിക്കാനായിട്ട് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ്. ഇതിപ്പോൾ കഴിക്കുന്നതോട് തന്നെ അത് അവസാനിപ്പിക്കുകയാണ്. അതിന് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ സ്കിൻ കെയർ ആയിട്ട് മുമ്പോട്ട് പോകാമെന്ന് കരുതി. വേറെ ഒന്നുമല്ല, എൻ്റെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം മാറി. അപ്പോൾ ഗ്ലൂട്ടാത്തയോൺ കഴിച്ചിട്ടുണ്ടെങ്കിൽ കളർ വെക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്കിന്നൊന്നും ബ്രൈറ്റൻ ആവും, ഇവൻ ടോൺ ആവും. പിന്നെ മുഖത്ത് വന്ന പാടുകൾ, അതേപോലെ തന്നെ നമ്മൾ ചിലരുടെ നെറ്റിയിലൊക്കെ കരുവാളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മാറിയിട്ട് നമ്മുടെ സ്കിന്നൊക്കെ ക്ലിയർ ആവും. പിന്നെ ഗ്ലൂട്ടാത്തയോൺ IV എടുത്താൽ മാത്രമേ നമുക്ക് വൈറ്റ് കളറിലോട്ട് നമുക്ക് മാറാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കളർ ഉണ്ടാവും. അതിൽ കൂടുതൽ നമുക്ക് കളർ വർദ്ധിപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ എനിക്കായാലും എൻ്റെ കളറിൻ്റെ മാക്സിമം നിങ്ങൾ ഈ കാണുന്നതിൽ കൂടുതൽ ഞാൻ കളർ വെക്കില്ല. കാരണം ഞാൻ ഗ്ലൂട്ടാത്തയോൺ എടുത്തിട്ട് ഇത്രയും ഞാൻ കളർ വെച്ചിട്ടുള്ളൂ. ഇനിയും ഞാൻ കളർ വെക്കണമെങ്കിൽ ഗ്ലൂട്ടാത്തയോൺ IV എടുക്കേണ്ടി വരും. അപ്പോൾ അതൊന്നും ഞാൻ തൽക്കാലം എടുക്കുന്നില്ല. കാരണം എനിക്കുള്ള കളർ തന്നെ മതി. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ സ്കിന്ന് കെയർ ചെയ്തിട്ട് നമ്മുടെ ഉള്ള കളർ തന്നെ നല്ല രീതിയിലേക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നോക്കാം. പിന്നെ നമ്മുടെ സ്കിന്നും ഹെയറും എല്ലാം നമ്മൾ നല്ലപോലെ കെയർ ചെയ്യാൻ നോക്കാം. പിന്നെ അതേപോലെ തന്നെ ഇതേപോലത്തെ മൾട്ടി വിറ്റമിൻ ടാബ്ലറ്റ്, വിറ്റമിൻ സി, ഒമേഗ 3 ഇതെല്ലാം നിങ്ങൾ കഴിക്കാൻ നോക്കാം. പിന്നെ നല്ല ഫുഡ് കഴിക്കാൻ നോക്കാം. പിന്നെ അതേപോലെ തന്നെ വെയിറ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ഒക്കെ കുറക്കാൻ നോക്കാം. പിന്നെ ഷുഗർ കട്ട് ചെയ്യാൻ നോക്കാം. പിന്നെ നമ്മൾ വെയിറ്റ് ഇല്ലാതെ ഭയങ്കരമായിട്ട് മെലിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ കുറച്ചൊക്കെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നോക്കാം. അപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളായാലും ബോഡിയുടെ പ്രശ്നങ്ങളായാലും ഒരുവിധം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. വണ്ണം കുറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ വണ്ണം വെച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റും. അതായത് മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർ കുറച്ച് വണ്ണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനൊക്കെ മൊത്തത്തിലൊരു മാറ്റം വരും. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ സ്കിൻ കെയറും കൂടിയും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ആകെ റേറ്റ് കൂടിയത് ഈ ഒരു ഒമേഗ 3യുടെ ടാബ്ലറ്റും ഗ്ലൂട്ടാത്തയോണിൻ്റെ ടാബ്ലറ്റും മാത്രം റേറ്റ് കൂടിയതായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് അഫോർഡബിൾ ആയിട്ട് നമുക്ക് പർപ്പിളിൽ നിന്ന് വാങ്ങാവുന്ന സാധനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.